പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം മിഷൻ കേരള 2026 അതെങ്ങനെയാണ് BJP നേടിയെടുക്കാൻ പോകുന്നത്? അതുതന്നെയാണ് ആകാംക്ഷ. ഏതായാലും അടിമുടി രാഷ്ട്രീയ ഷോ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം. കേരളത്തിൽ LDF UDF വർഗീയ അഴിമതി അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദി ഇതാ തുടക്കമിട്ടിരിക്കുകയാണ്. കേരളം മാറുമെന്നും BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. इस सेवन में अहमदाबाद म्यूनिसिपल कॉरपोरेशन में विजय प्राप्त की। आज आपने तिरुवनंतपुरम में विजय प्राप्त की है। एवरी वोटर का अभिनंदन करता हूं। नन्हे तिरुवनंतपुरम ആദിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ആദിൽ, ബംഗാളിൽ ഉൾപ്പെടെ BJPയുടെ പരിപാടികളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ വിജയം കോർപ്പറേഷൻ പിടിച്ചത് പറയുന്നുണ്ടായിരുന്നു. അതൊരു പ്രചാരണമാക്കി BJP ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ പല ഭാഗത്തും. അതിനിടയിൽ കേരളത്തിൽ വന്നപ്പോൾ അഭിനന്ദനം അറിയിക്കുന്നു, ഒപ്പം വോട്ടർമാരോട് നന്ദി പറയുന്നു. ഇനിയിപ്പോൾ അടിമുടി രാഷ്ട്രീയ ഷോ കണ്ടു കഴിഞ്ഞു തലസ്ഥാനം. LDF UDF മാറി മാറി ഭരിച്ചിടത്ത് എന്ത് മാറ്റമാണ്, മാറ്റത്തിലൂടെ എങ്ങനെ ഭരണത്തിലെത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനം ഒരു ഇളക്കി മറിച്ചിട്ടുണ്ട് രാഷ്ട്രീയ കാലാവസ്ഥ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കൃത്യമായി തന്നെ പല പരാമർശങ്ങളിലൂടെ സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങി ഒടുവിൽ ഗുജറാത്തിലെ വിജയം ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗം അത് കൃത്യമായ സന്ദേശം നൽകുന്നതായിരുന്നു. നമ്മൾ കണ്ടു 25,000 പേരുടെ ഒരു സംഘമാണ് പ്രതീക്ഷിച്ചിരുന്നത് സദസ്സിൽ. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ നൂറുകണക്കിന് പ്രവർത്തകർ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിയെ കാണാൻ എത്തുന്നതായിരുന്നു കാഴ്ച. ആ രൂപത്തിലൊരു ആവേശം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ഈ നഗരത്തിന്റെ ഭരണം പിടിച്ചത് വലിയ സന്ദേശമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. 1987 ഗുജറാത്തിൽ, അതിനു മുമ്പ് ഏറ്റവും ചെറിയൊരു പാർട്ടിയായിരുന്നു BJP. പല തെരഞ്ഞെടുപ്പുകളിലും തോറ്റുകൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു BJP. 1987 അഹമ്മദാബാദ് മുനിസിപ്പൽ ഭരണം പിടിക്കുന്നു. പിന്നീട് ആ ഭരണം കണ്ട് സംസ്ഥാനത്തിന്റെ ഭരണം തുടർച്ചയായി നേടുന്ന പാർട്ടിയായി BJPക്ക് വളരാൻ കഴിഞ്ഞു. ആ സന്ദേശമാണ്, ആ മാതൃകയാണ് തിരുവനന്തപുരത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുകയാണ് വിനീത. അതാണ്, ഗുജറാത്തിൽ ഒരു നഗരം പിടിച്ചു തുടങ്ങിയതാണ്, അതുപോലെയായിരിക്കും കേരളത്തിലും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്.